ചെങ്കല്ലിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ബേക്കൽ കോട്ടയിലെ ഏറ്റവും വലിയ വാച്ച് ടവറാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് തുരങ്കമാണ്. ഇത് നേരെ ചെന്നിറങ്ങുന്നത് കടലിലേക്കാണ്. ഭൂഗർഭ തുരങ്കമാണത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് ഇപ്പം കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ ബേക്കൽ കോട്ടയ്ക്കുള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഏക്കർ കണക്ക് സ്ഥലമാണ്, നമുക്ക് ചുറ്റിക്കറങ്ങി എല്ലാം കാണാം. ഈ കാണുന്നതാണ് ബേക്കൽ കോട്ട. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാർക്കിംഗ് ഏരിയ. നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയയൊക്കെയാണ്. കോട്ടയ്ക്ക് മുൻവശം തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 25 രൂപയാണ് ചാർജ്, വിദേശികൾക്ക് 300 രൂപയും. പിന്നെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കോട്ടയ്ക്കുള്ളിലേക്ക് കയറുകയാണ്. ഈ കോട്ടയുടെ മുൻവശത്ത് ഒരു തടാകം പോലെയുണ്ട്. ഇപ്പോൾ ഒത്തിരി വെള്ളമൊന്നുമില്ല. ശത്രുക്കളൊന്നും പെട്ടെന്ന് കയറാതിരിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ഈ കോട്ടയ്ക്കുള്ളിലേക്കുള്ള വാതിലെന്ന് പറഞ്ഞാൽ നേരെ കയറിപ്പോകുന്നൊരു വാതിലല്ല. നേരെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് വേണം കയറാൻ. അതായത് ശത്രുക്കൾ നേരിട്ട് ആക്രമിക്കാനായിട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ഒരു എസ് മോഡലാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കൊടുത്തിരിക്കുന്നത്. കണ്ടാ, ഇങ്ങനെ കറങ്ങി വേണം നേരെ അകത്തോട്ട് കയറിപ്പോകാൻ. ഇതിൻ്റെ അകത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല വിശാലമാണ്. 35 ഏക്കറോളം വരുന്നൊരു കോട്ടയാണിത്. അതിൻ്റെ ഉള്ളിലാണ് ഈ നമ്മൾ കയറിയിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലുള്ള പള്ളിക്കര ഗ്രാമത്തിലാണ് ബേക്കൽ എന്ന കടലോര പ്രദേശം. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര ആകർഷണമാണ് ഈ സ്ഥലം. കാസർഗോഡ് പട്ടണത്തിൽ നിന്നും 14 കിലോമീറ്റർ തെക്കായാണ് ബേക്കൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ വലിയ കോട്ടയും ഏഷ്യ വൻകരയിലെ ഒരു പ്രധാന കോട്ടയുമാണിത്. അറബിക്കടലിൻ്റെ തീരത്തായി 35 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കോട്ട 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പണികഴിപ്പിച്ചതാണ്. ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ലുകൊണ്ടാണ്. ഈ കാണുന്നത് ഒരു കിണറാണ്. ഇതും ചെങ്കല്ലിലാണ് പണിതിരിക്കുന്നത്. നല്ല കൽപ്പടവുകളൊക്കെ കെട്ടി നല്ല വിശാലമായൊരു കിണറാണ്. നല്ല വെള്ളമുണ്ട്. അതിലോട്ട് കയറുന്നതിനും ഇറങ്ങുന്നതിനൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെങ്കല്ലിൽ പടികളൊക്കെ തീർത്തിരിക്കുന്നത്. നമുക്ക് പകുതിയോളം ഈ കിണറിലോട്ട് ഈ പടിയിൽ കൂടെ ഇറങ്ങി വരാം. ഈ കാണുന്ന കവാടത്തിലൂടെയാണ് കടലിലോട്ട് ഇറങ്ങാനുള്ള വഴി. കോട്ടയിൽ നിന്നുള്ള കടൽ തീരത്തിൻ്റെ മനോഹരമായ ദൃശ്യവും നയനാനന്ദകരമായ പ്രകൃതി ദൃശ്യങ്ങളും അനേകം വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ഇതൊരു അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഈ നടപ്പാതയിലൂടെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കടലിലെ വാച്ച് ടവറിലെത്താം. ഈ കടലിലേക്കുള്ള നടപ്പാതയും ചെങ്കല്ലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കടലിലെ വാച്ച് ടവർ. പണ്ടുകാലത്ത് ഈ ടവറിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് 24 മണിക്കൂറും പടയാളികൾ കടൽ നിരീക്ഷിച്ചിരുന്നത്. പീരങ്കി ഘടിപ്പിക്കാനുള്ള പ്രത്യേക സ്ഥലമൊക്കെ ഇവിടെയുണ്ട്. ശത്രുക്കൾ ആക്രമിക്കാൻ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതൊക്കെയാണ്. ഈ ബേക്കൽ കോട്ടയ്ക്ക് 350 വർഷത്തിൽ ഏറെ പഴക്കമുണ്ട്. ഇവിടെ നോക്കുമ്പോഴാണ് ഈ ബേക്കൽ കോട്ടയുടെ ഭിത്തിയുടെ ഉയരം നമുക്ക് മനസ്സിലാകുന്നത്. അത്ര ഉയരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ മുകളിൽ തന്നെ ഇഷ്ടംപോലെ ഹോളുകൾ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ കടലിൽ നിന്ന് വരുന്ന ആൾക്കാരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. കണ്ടാ, ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം. നമ്മൾ കയറിയ വാച്ച് ടവറാണ് ആ കാണുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ നേരത്തെ നോക്കിയത്. ഉണ്ടാ, അപ്പോൾ കടലിൽ നിന്നും വരുന്നവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഹോളുകളുണ്ട്. കണ്ട, ഇവിടെ നിന്ന് നോക്കിയാൽ ആ കടലിൽ നിന്ന് കയറി വരുന്നവരെ നമുക്ക് കാണാനാക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് പീരങ്കി വെച്ച് ആക്രമിക്കുന്നതിനുള്ള പ്രത്യേക ഹോളുകളും ഒക്കെ ഉണ്ട്. നല്ല വിധത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ നേരെ കയറി വന്ന
ഇവിടെ ഒരു സാധനം പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ നല്ല കരിയൊക്കെ പുരണ്ടിരിക്കുന്നു. 1760കളിൽ ഹൈദരാലി പിടിച്ചെടുത്ത ഈ കോട്ട പിന്നീട് 1792 ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. ഈ പ്രദേശം പണ്ട് കാദംബര രാജവംശത്തിൻ്റെയും മൂഷിക രാജവംശത്തിൻ്റെയും കോലത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു. ഇതിനുശേഷം ഇവിടം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. 1565 തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെട്ടതിനു ശേഷം പ്രദേശം ബെദിനൂർ രാജാവിൻ്റെ അധീനതയിലായി. കുംബ്ലയിലെ ഇക്കേരി നായ്ക്കന്മാർ എന്നുമറിയപ്പെടുന്ന ബെദിനൂർ നായ്ക്കന്മാരിലെ ശിവപ്പ നായിക് 1650 ഈ കോട്ട നിർമ്മിച്ചു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ കോലത്തിരി രാജാക്കന്മാരുടെ കാലത്തെ കോട്ട ശിവപ്പ നായിക്ക് പുതുക്കി പണിതതാണെന്നും ചില ചരിത്രകാരന്മാർ കരുതുന്നുണ്ട്. 1763 ഈ കോട്ട മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരാലി കൈയടക്കി. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ കോട്ട തുളുനാടിൻ്റെയും മലനാടിൻ്റെയും പ്രധാന ഭരണകേന്ദ്രമായിരുന്നു. ടിപ്പുവിൻ്റെ പരാജയത്തിനു ശേഷം 1791 കോട്ട ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് അധീനതയിലായി. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൗത്ത് കാനറ ജില്ലയിലെ ഭരണപരിധിയിലാണ്. കോട്ടയുടെ മധ്യഭാഗത്തുള്ള പുര ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. കോട്ട ഭൂരിഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. സമുദ്രതീരത്ത് വൻ കോട്ടമതിലുണ്ട്. ഇതിൽ ഇടയ്ക്കിടെ കൊത്തളങ്ങൾ തീർത്ത് ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ഇവയ്ക്ക് പുറമെ നിരീക്ഷണ ഗോപുരങ്ങൾ, ഭൂമിക്കടിയിലെ തുരങ്കങ്ങൾ എന്നിവയും കോട്ടയുടെ പ്രത്യേകതയാണ്. ഈ കാണുന്നതാണ് ഭൂഗർഭപാത. ഈ കോട്ടയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഈ പാത വഴി കടൽ തീരത്തെത്തുവാൻ സാധിക്കും. പണ്ട് കാലത്ത് യുദ്ധങ്ങൾ മറ്റും ഉണ്ടാകുമ്പോൾ രാജാക്കന്മാർ രക്ഷപ്പെടുവാനായിരിക്കും ഈ പാത ഉണ്ടാക്കിയിട്ടുള്ളത്. നേരത്തെ സന്ദർശകർക്ക് ഇതിലൂടെ കയറാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതുപോലുള്ള നിരവധി ഭൂഗർഭ പാതകളും അറകളും കോട്ടയ്ക്കുള്ളിൽ പല സ്ഥലത്തായിട്ടുണ്ട്. കൂടാതെ ആയുധപുര, കടലിലൂടെ വരുന്ന ശത്രുക്കളെ നേരിടാനുള്ളതും കരയിലൂടെ വരുന്ന ശത്രുക്കളെ നേരിടാനുള്ളതുമായ സ്ഥലങ്ങളും, ജലസംഭരണി, കിണർ, ഒളിത്താവളം, അപകടത്തിൽപ്പെടുന്നവർക്ക് ചികിത്സിക്കാനുള്ള പ്രത്യേക സ്ഥലം എന്നിവയും ഇവിടെയുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്നത് മുൻവശത്തെ പാർക്കിംഗ് ഏരിയയാണ്. ഈ കോട്ട ഒരു റൗണ്ട് ആകൃതിയിലാണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മളിത് ചുറ്റി തിരിഞ്ഞ് നമ്മൾ ആ ഒരു റൗണ്ട് പൂർത്തിയാക്കിയോടെ വന്ന് ഈ ബേക്കൽ കോട്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും നടുക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു വാച്ച് ടവറാണ് അതാ നേരെ കാണുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് അതിലോട്ടാണ്. കോട്ടയുടെ മധ്യഭാഗത്തുള്ള നിരീക്ഷണ ഗോപുരം പ്രത്യേക പരാമർശയോഗ്യമാണ്. 24 മീറ്റർ ചുറ്റളവും 9 മീറ്ററിലധികം ഉയരവുമുണ്ട്. ഇതിലേക്കുള്ള പ്രവേശന മാർഗം യുദ്ധോപകരണങ്ങൾ മുകളിലേക്ക് എത്തിക്കുന്നതിനായി ചെരിവ് തലമായി രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ ടവറിൻ്റെ ഏറ്റവും മുകളിലെത്തി. ഇതിൻ്റെ മുകളിലുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ടൊരു കാഴ്ചയാണ്. കാരണം ഈ കോട്ടയെന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഈ കോട്ട പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതിൻ്റെ ചുറ്റ് റൗണ്ട് കാഴ്ച നമുക്ക് കാണാനൊക്കും. കണ്ട നല്ല അത് ചുറ്റും എന്ന് പറഞ്ഞാൽ ആ പ്രദേശം മൊത്തം നമുക്ക് ആ കാഴ്ചയിലൂടെ കാണാം. കാരണം അത്രയ്ക്ക് സുരക്ഷ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശത്രുക്കളൊക്കെ അങ്ങ് ദൂരെ നിന്ന് വരുന്നതിന് അവർക്ക് കാണാനൊക്കും. അത്രയ്ക്ക് ഉയരത്തിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ മേളിൽ വീരങ്കിയും അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ വെക്കാനുള്ള സജ്ജീകരണമൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഈ കോട്ടയുടെ ഒരു സൈഡ് മുഴുവൻ കടൽ തന്നെയാണ്. കണ്ട ഇവിടുന്ന് നോക്കിയാലും ആ കടലിൻ്റെ ദൂരക്കാഴ്ച നല്ലതുപോലെ കാണാനൊക്കും. ഇതിലേക്ക് കയറുന്നത് നല്ല ചരിച്ച് ആണ് ഇത് ചെയ്തിരിക്കുന്നതുകൊണ്ട് പീരങ്കിയും അതുപോലുള്ള ആയുധങ്ങളൊക്കെ ഇവർക്ക്
വളരെ എളുപ്പം മുകളിലേക്ക് കയറ്റാം. കോട്ടയ്ക്കുള്ളിലായി ഒരു ആഞ്ജനേയ ക്ഷേത്രവും വെളിയിലായി ഹൈദരാലിയുടെ മകനായ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു വലിയ മുസ്ലിം പള്ളിയുമുണ്ട്. ഇപ്പോൾ നമ്മൾ ബേക്കൽ കോട്ടയിലെ കാഴ്ചയെല്ലാം കണ്ടിട്ട് നമ്മൾ മടങ്ങിയാണ്. ഇഷ്ടംപോലെ കാണാനുണ്ട്. ഓടി കിടന്നിരിക്കുകയായിരുന്നു, കാരണം സമയമില്ലായിരുന്നു. അതുകൊണ്ട് അതിൽ ഞങ്ങളൊരു 5:30 വന്നതാണ്. അപ്പോൾ 6 മണിക്ക് അടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓടി കിടന്ന് ചുറ്റു റൗണ്ട് എന്നാലും കവർ ചെയ്ത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ താഴേക്കുള്ള സബ്സ്ക്രൈബ് തുടർന്ന് വന്ന ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തവും പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.